CMA-യുടെ ഇന്റർമീഡിയറ്റിന്റെയും ഫൈനലിന്റെയും ഡിസംബറിൽ നടന്ന എക്സാമിന്റെ റിസൾട്ട് ആസ് പെർ ഷെഡ്യൂൾ പ്രകാരം വരേണ്ടത് ഫെബ്രുവരി 21-നാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഡിസംബർ 11-ന് വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അത് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പിന്നെ പുതിയ പഠിക്കാനൊക്കെ തുടങ്ങുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കുറച്ചും കൂടി നേരത്തെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്നതിനനുസരിച്ച് പഠനത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയൊരു നല്ല കാര്യമാണത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡിസംബർ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഒരു റിസൾട്ട് പേഴ്സൻറ്റേജ് ലാസ്റ്റ് റിസൾട്ട് പോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും ഇനിയും പഠനത്തെ സീരിയസ് ആയിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ ക്യാറ്റൊക്കെ കഴിഞ്ഞിട്ട് CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരൊന്നും ആ ഒരു സീരിയസ്നെസ്സിലേക്ക് പൊതുവേ ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ കളിച്ച് നടക്കേണ്ട പ്രായം, കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ച് പഠനത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും ഫാസ്റ്റ് പേസ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്ത് നമ്മളിങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. പിന്നെ ആര് എപ്പോൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പാസ്സാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ നിങ്ങൾ എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. എക്സാമിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിക്കേണ്ടത്, പിന്നെയും അപ്ഡേറ്റ് ചെയ്യേണ്ടത്, പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പുറകെ നടക്കേണ്ടത്. നമ്മൾ അതിനായിട്ട് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ഒരുപാട് ക്ലാസ്സുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് ഏടാകൂടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉപദേശത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ അത് അവർ തന്നെ മനഃപൂർവ്വം ഡിലേ ആക്കിയിട്ട് വെക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ആരൊക്കെ എന്തൊക്കെ പഠിച്ചാലാണ് പാസ്സാവുക, ഏത് രീതിയിൽ പഠിച്ചാലാണ് പാസ്സാവുക എന്ന് ഒരു ഫാക്കൽറ്റിയേക്കാളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതിനകത്ത് വെള്ളം ചേർക്കുന്ന ആൾക്കാർക്ക് ഇപ്പം വരുന്ന റിസൾട്ടിനും ഉദ്ദേശിച്ച പോലെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർ എക്സാം എന്തായാലും പാസ്സാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഥവാ ബൈ ചാൻസ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ പോരായ്മ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് റിസൾട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ തിരിച്ചു വരാൻ ഇനിയും സമയമുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ പഠിച്ച് കിട്ടുന്ന ഒരു നോളജിനും അതേപോലെ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ലോങ് ലൈഫുള്ള സംഭവമാണ്. അപ്പോൾ ഷോർട്ട് ടേം സുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രീതി നേടാൻ വേണ്ടി മറ്റുള്ളവരെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ടൊന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു പരിധിവരെ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമുക്ക് നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റും തന്നെയാണ് ഏത് കോഴ്സും പാസ്സാവാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ബാക്കി നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നതാണ് ഈ ക്ലാസ്, ഫാക്കൾട്ടി, ബന്ധങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ഓൺസ് ആണ്. അപ്പോൾ അവനവൻ്റെ റിസൾട്ട് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പഠിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും വിജയാശംസകൾ. ഇനി ബൈ ചാൻസ് ഒന്നോ രണ്ടോ എക്സാമൊക്കെ ഒന്ന് ഫെയിലായി പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊക്കെ ലോക തോൽവിയായിരുന്നു, പിന്നെ തിരിച്ചു വന്നതാണ്. അപ്പോൾ തിരിച്ചു വരാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കുറേ ലേറ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.